ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ്. പരുക്കേറ്റ കുട്ടി എന്നുള്ളൊരു കവിതയാണ്. കുമാരനാശാൻ എഴുതിയ കവിതയാണ്. ഈ കവിതയും അതിലെ തുടർ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ മുഴുവൻ വീഡിയോസും STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഇനി മലയാളത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കിക്കേ, പരുക്കേറ്റ കുട്ടി എന്ന കവിതയാണ്. നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം. അരികത്തമ്പോട് വരുന്നുണ്ടമ്മ ഞാൻ, കരയായി ഗോമനെ കരൾ വാടി, പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങിക്കരയായി ഗോമനെ വരുന്നു ഞാൻ. പനിനീർ ചെമ്പക ചെറുമുള്ളേറ്റു നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ, തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽ മുട്ടുകൾ ചതഞ്ഞിതേ. മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിൻ നിറുകയും, മുറിയിൽ കട്ടിന്മേൽ കയറി ചാഞ്ചാടി തറയിൽ വീണിപ്പൂങ്കവിളും നീ. കരുതേണ്ട തല്ലുമിതിനായി ഞാനെന്നു കരയേണ്ട നോവുമകന്നു പോം, അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവു ഭൂഷണം നിനക്കുണ്ണി. ഉരച്ചി വണ്ണമക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ, സ്ഫുരിച്ച പുഷ്പത്തെ അളിപോലെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ. എഴുതിയത് കുമാരനാശാനാണ്. പുഷ്പവാടി എന്നുള്ള കവിതാ സമാഹാരത്തിൽ നിന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിലെ ഓരോ വരികളിലും എന്താണ് പറയുന്നതെന്ന് നോക്കാം. വരികളുടെ അർത്ഥം നോക്കാം. അരികത്തമ്പോട് വരുന്നുണ്ടമ്മ ഞാൻ, കരയായി ഗോമനെ. അരികത്ത് എന്ന് വെച്ചാൽ അരികിലേക്ക്, അടുത്തേക്ക്. അൻപോട് സ്നേഹത്തോടെ. സ്നേഹത്തോടെ അരികിലേക്ക് ആരാ വരുന്നത്? വരുന്നുണ്ട് അമ്മ. അമ്മയാണല്ലേ. എന്ത് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്? കരയായി ഗോമനെ, കരയല്ലേ ഓമനെ. അപ്പോൾ ഒരു കുഞ്ഞിനെ സ്നേഹത്തോടെ വിളിക്കുകയാണല്ലേ. കരയല്ലേ മോനെ, ഓമനെ, കരയല്ലേ എന്ന് പറയാണ്. കരൾ വാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി ഗോമനെ. എങ്ങനെ കരയല്ലേ എന്നാണ് പറയുന്നത്? കരൾ വാടി, അതായത് മനസ്സിൽ സങ്കടമായിട്ട് പുരികവും ചുണ്ടും ചുളിച്ച്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കരയുമ്പോൾ ഇങ്ങനെ കണ്ണും പുരികവും ചുണ്ടും ഒക്കെ ഇങ്ങനെ ചുളിഞ്ഞ് വരില്ലേ. അപ്പം അങ്ങനെ ചുളിച്ച് ഈ കരയല്ലേ ഓമനെ, ദാ വരുന്നു ഞാൻ വരികയാണ് എന്ന് പറയണമ്മ. പനിനീർ ചെമ്പക ചെറുമുള്ളേറ്റു നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ. അപ്പം എന്താണ് കുട്ടിക്ക് പറ്റിയത്? പനിനീർ ചെമ്പക ചെറുമുള്ളേറ്റു, പനിനീരിൻ്റെ ചെറിയ മുള്ളുകൾ കൊണ്ടു. ഏറ്റു എന്ന് വെച്ചാൽ കൊണ്ടു. അപ്പോൾ കൈകളിൽ ചെറിയ മുള്ളുകൾ കൊണ്ടിട്ടുണ്ട്. നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞതേ, നിൻ്റെ ചെറിയ കൈവിരൽ മുറിഞ്ഞല്ലോ. കുരുന്ന് എന്ന് വെച്ചാൽ ചെറിയ. തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽമുട്ടുകൾ ചതഞ്ഞതേ. പിന്നെന്താ പറ്റിയിട്ടുള്ളത്? തൈമാവിൽ കയറിയിട്ട് ചെറിയ കാൽമുട്ടുകളും ചതഞ്ഞിട്ടുണ്ട്. കാലിൻ്റെ മുട്ടുകളും എന്താണ് വീണതുകൊണ്ട് ചതഞ്ഞിട്ടുണ്ട്. മുട്ടിന്മേലും മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ കരയല്ലേ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ഓടിയിട്ട് വരുന്നത് കേട്ടോ. മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിൻ നിറുകയും. പിന്നെ എന്താ ചെയ്തിട്ടുള്ളത് കുട്ടി? അവിടെ തൂക്കിയിട്ടിട്ടുള്ള പടം താഴേക്ക് തള്ളിയിട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നെറുകയിൽ മുറിച്ചിട്ടുണ്ട്. നെറുക എന്ന് വെച്ചാൽ തല അല്ലേ. അപ്പോൾ തലയും എന്തായിട്ടുണ്ട്? ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. നെറ്റിയും ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. മുറിയിൽ കട്ടിന്മേൽ കയറി ചാഞ്ചാടി തറയിൽ വീണി പൂങ്കവിളും നീ. വേറെ എന്താ പറ്റിയിട്ടുള്ളത്? മുറിയിലുള്ള കട്ടിലിൽ നിന്ന് താഴേക്ക് ചാടിയിട്ട്, അവിടെ കട്ടിലിൽ കയറി കളിക്കുകയായിരിക്കും. ആ കളിയുടെ ഇടയിൽ താഴേക്ക് തറയിലേക്ക് ചാടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പൂങ്കവിളിലും, ചെറിയ കുഞ്ഞി കവിളിലും എന്തായിട്ടുണ്ട്? മുറിവ് പറ്റിയിട്ടുണ്ട്. കരുതേണ്ട തല്ലുമിതിനായി ഞാനെന്നു കരയേണ്ട നോവുമകന്നു പോം. അപ്പം എന്താ അമ്മ പറയുന്നത്? ഞാൻ തല്ലുമെന്ന് കരുതിയിട്ട് കരയേണ്ട, നോവ് അകന്നു പോയിക്കോളും. നോവ് എന്ന് വെച്ചാൽ എന്താ? വേദന പെട്ടെന്ന് തന്നെ മാറിക്കോളും, സുഖമായിക്കോളും. അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി. നിനക്കൊന്നും അറിയാത്ത കുഞ്ഞു പൈതലല്ലേ. അവിടെ കയറി ചാടിയാൽ മുറിയാവുമെന്നോ, അതുപോലെ പനിനീർ പൂവിൽ തൊട്ടാലും മുള്ളു കയ്യിൽ കുത്തുമെന്നോ ഒന്നും അറിയാത്ത കുഞ്ഞു കുട്ടിയല്ലേ. അപ്പം അതുകൊണ്ട് നിനക്കറിയാതെ പറ്റിയ സംഭവങ്ങളല്ലേ. അതുകൊണ്ട് നീ കരയേണ്ട. ഈ മുറിവുകളൊക്കെ നിനക്ക് ഭൂഷണമാണ്. ഭൂഷണം എന്ന് വെച്ചാൽ അലങ്കാരം, നിനക്ക് അലങ്കാരമാണ് എന്നാണ് അമ്മ പറയുന്നത്. അപ്പം അമ്മ ഈ കുഞ്ഞിനെ വഴക്ക് പറയുന്നില്ല, തല്ലുന്നില്ല, പകരം ആശ്വസിപ്പിക്കുകയാണല്ലേ ചെയ്യുന്നത്.
ഉരച്ചി വണ്ണമ ക്ഷതം ഓരോന്നുമ്മ തിരിച്ചു ചുംബിച്ചാളുടനമ്മ. അപ്പോൾ എന്താണ് ഉരച്ച് എന്ന് വെച്ചാൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഈ മുറിവുകളൊക്കെ നിനക്ക് അലങ്കാരമാണ് ഉണ്ണി എന്ന് പറഞ്ഞിട്ട് എന്താണ് അമ്മ ആ ക്ഷതം ഓരോന്നും, ആ മുറിവുകൾ ഓരോന്നും എന്ത് ചെയ്യുന്നു, ചുംബിച്ചു കൊടുക്കുന്നു. ആ മുറിവുകളിൽ ഓരോന്നിലും അമ്മ കുഞ്ഞിന് ഉമ്മ വെച്ചു കൊടുക്കുന്നു. സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ. അമ്മ എങ്ങനെ ചുംബിച്ചു എന്നാണ് പറയുന്നത്? സ്ഫുരിച്ച നല്ല തെളിഞ്ഞ പുഷ്പത്തെ പൂവിലിരിക്കുന്ന അളി പോലെ. അളി എന്ന് വെച്ചാൽ വണ്ട്. നല്ല തെളിഞ്ഞ പൂവിൽ വന്നിരിക്കുന്ന വണ്ടിനെ പോലെയാണ് അമ്മ കുട്ടിയുടെ മുറിവിൽ ചുംബിച്ചത്. കുട്ടി ചിരിക്കുകയും ചെയ്തു. കാർ നീങ്ങും ശശി പോലെ. കാർ എന്ന് വെച്ചാൽ നമ്മളുടെ കരിമേഘം, മഴക്കാറ് കണ്ടോ. അപ്പോൾ കാർ നീങ്ങിയിട്ട് ശശി പോലെ. ശശി എന്ന് വെച്ചാൽ എന്താ? ചന്ദ്രൻ, അമ്പിളിമാമൻ. ഒരു ചന്ദ്രനെ പോലെ കുട്ടിയുടെ മുഖം തിളങ്ങി എന്നാണ് കവി പറയുന്നത്. അപ്പോൾ എന്താ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് മക്കളെ? ഒരു കുട്ടി വീണിട്ട് മുറിവ് പറ്റുന്നു. അമ്മ അവനെ അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യുന്നില്ല. പകരം അവനെ ആശ്വസിപ്പിച്ച് അവൻ്റെ മുറിവിൽ ഒരു ഉമ്മ കൊടുക്കുന്നു. ആ സമയത്ത് കുട്ടി പേടിയൊക്കെ മറന്ന് കുട്ടിയുടെ മുഖം നിലാവ് പോലെ തിളങ്ങി. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. ഈണത്തിൽ താളത്തിൽ. കവിത മൗനമായി വായിക്കൂ. അതിനുശേഷം ചെറിയ ഗ്രൂപ്പുകളിൽ കവിതയ്ക്ക് യോജിച്ച ഈണം കണ്ടെത്തി ചൊല്ലണം. തുടർന്ന് ഓരോരുത്തരായും ചൊല്ലാം. അപ്പോൾ ഇത് നിങ്ങൾ ക്ലാസ്സിൽ ഗ്രൂപ്പുകളായിട്ട് ചെയ്യേണ്ട പ്രവർത്തനമാണ്. കവിത നല്ല ഈണത്തിൽ ചൊല്ലി നോക്കുക. പ്രവർത്തനം 2. പുതിയ പദങ്ങൾ. കവിത ചൊല്ലുമ്പോൾ ചില പുതിയ വാക്കുകൾ കണ്ടെത്തിയോ? പുസ്തകത്തിലെ പദപരിചയം നോക്കിയും ടീച്ചറോട് ചോദിച്ചും അവയുടെ അർത്ഥം മനസ്സിലാക്കി നോട്ട് പുസ്തകത്തിൽ എഴുതണം. അപ്പോൾ നമുക്ക് കവിതയിൽ പരിചയപ്പെട്ടിട്ടുള്ള പുതിയ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുരുന്ന്, ചെറിയ. ചാഞ്ചാടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക. നോവ്, സങ്കടം. നിറുക, മൂർധാവ് അല്ലെങ്കിൽ നമ്മുടെ തലയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം, തലയുടെ നടുഭാഗം കേട്ടോ. പൈതൽ, ചെറിയ കുട്ടി. ഭൂഷണം, അലങ്കാരം. ക്ഷതം, മുറിവ്. ചുംബിക്കുക, ഉമ്മ വയ്ക്കുക. സ്ഫുരിച്ച, തെളിഞ്ഞ അല്ലെങ്കിൽ പ്രകാശിച്ച. പുഷ്പം, പൂവ്. കാർ, കാർമേഘം. ശശി, ചന്ദ്രൻ. അടുത്ത പ്രവർത്തനം നോക്കൂ. കവിതയിലെ അമ്മയും കുട്ടിയും. കുട്ടിക്ക് പരിക്കുണ്ടാവാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട്? കുട്ടിക്ക് പരിക്കുണ്ടാവാൻ പല കാരണങ്ങൾ ഇവിടെ കവി പറയുന്നുണ്ട്. പനിനീരിൻ്റെ മുള്ളുകൊണ്ട് കൈവിരൽ മുറിഞ്ഞു. ഒറ്റയ്ക്ക് മാവിൽ കയറിയപ്പോൾ വീണ് കാൽമുട്ട് ചതഞ്ഞു. മുകളിൽ നിന്നും പടം താഴേക്ക് വീണ് മൂർധാവിൽ മുറിഞ്ഞു. പിന്നെ കട്ടിലിൽ ചാടിക്കളിച്ചപ്പോൾ വീണ് പൂങ്കവിളും മുറിഞ്ഞു. അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നത് എങ്ങനെ? വീണ് മുറിവ് പറ്റി സങ്കടത്തോടെ നിൽക്കുന്ന കുഞ്ഞിനെ അമ്മ ഞാൻ തല്ലില്ല എന്നും നിനക്കറിയാതെ പറ്റിയതല്ലേ, ഈ മുറിവുകളൊക്കെ നിനക്ക് അലങ്കാരമാണ് എന്നും പറഞ്ഞ് മുറിവിൽ തൊട്ട് തലോടി ഉമ്മ വച്ചുകൊണ്ടാണ് സമാധാനിപ്പിക്കുന്നത്. കരയുന്ന കുട്ടി ചിരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? കരയുന്ന കുട്ടി ചിരിക്കാൻ തുടങ്ങിയത് അവൻ്റെ മുറിവിൽ അമ്മ സ്നേഹത്തോടെ ഉമ്മ വച്ചപ്പോഴാണ്. അടുത്ത പ്രവർത്തനം നോക്കൂ. വാക്കുകൾ കൊണ്ടുള്ള ചിത്രം. ഉരച്ചി വണ്ണ ക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ. സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ. വേദനിച്ചു കരയുന്ന കുട്ടി. കുട്ടിയുടെ അടുത്തെത്തുന്ന അമ്മ. അമ്മയുടെ ആശ്വസിപ്പിക്കൽ. കുട്ടിയുടെ ഭാവമാറ്റം. ഇക്കാര്യങ്ങളെല്ലാം ഈ 4 വരികളിലുണ്ട്. ഇതിൽ അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഭാവമാറ്റം എത്ര മനോഹരമായിട്ടാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: കുട്ടിക്കുണ്ടായ ഭാവമാറ്റങ്ങൾ ഈ വരികളിലൂടെ വളരെ മനോഹരമായിട്ട് കവി ആവിഷ്കരിച്ചിട്ടുണ്ട്. വേദനിച്ചു കരയുന്ന കുട്ടിയുടെ അടുത്തെത്തുന്ന അമ്മ അവനെ തല്ലില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അമ്മ അവൻ്റെ അടുത്തിരുന്ന് മുറിവിൽ തലോടിക്കൊണ്ട് ഉമ്മ വയ്ക്കുമ്പോഴാണ് മകൻ്റെ മുഖത്ത് സങ്കടം മാറി പുഞ്ചിരി വിടരുന്നത്. അമ്മയുടെ ചുംബനത്തെ പൂവിൽ വന്നിരിക്കുന്ന വണ്ടിനോടാണ് കവി ഉപമിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടിയുടെ മുഖത്തെ ഭാവമാറ്റത്തെ കാർമേഘം മൂടിയ ചന്ദ്രൻ തെളിഞ്ഞു കാണുന്ന പോലെയുമാണ് കവി പറയുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ആസ്വാദനം എഴുതാം. ചുവടെ കൊടുത്ത മനോപടം നോട്ട് പുസ്തകത്തിൽ എഴുതി പൂർത്തിയാക്കുക. പരിക്കേറ്റ കുട്ടിയുടെ പ്രത്യേകതകളാണ് എന്താണ്? സമാന കവിതകൾ, കവിയെക്കുറിച്ച് ഇഷ്ടപ്പെട്ട വരികൾ, സവിശേഷ പ്രയോഗങ്ങൾ, കവിതയിലെ ആശയം. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് പുസ്തകത്തിൽ ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. എന്നിട്ട് മനോപടത്തിൻ്റെ സഹായത്തോടെ പരിക്കേറ്റ കുട്ടി എന്ന കവിതയ്ക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം കേട്ടോ തയ്യാറാക്കാൻ. ആശാൻ്റെ പരുക്കേറ്റ കുട്ടി. ആസ്വാദനക്കുറിപ്പിന് തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്. തലക്കെട്ട് കൊടുക്കുക. സ്നേഹകവി എന്നറിയപ്പെടുന്ന കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന സമാഹാരത്തിലെ ഒരു കവിതയാണ് പരുക്കേറ്റ കുട്ടി. ആശാൻ കവിതകളിൽ കാണുന്ന അമ്മയുടെ സ്നേഹവും വാത്സല്യവും തന്നെയാണ് ഈ കവിതയുടെയും പ്രത്യേകത.
കുട്ടികൾക്ക് വേണ്ടി ഒട്ടേറെ കവിതകൾ രചിച്ച ആശാൻ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും അമ്മയുടെ കരുതലിനെക്കുറിച്ചുമാണ് ഈ കവിതയിൽ പറയുന്നത്. പൊതുവെ കുട്ടികൾ അല്പം കുസൃതി കാണിക്കുന്ന കൂട്ടത്തിലാണല്ലോ. അത്തരം കുസൃതികൾക്കിടയിൽ വീണ് പരുക്കേറ്റ കുഞ്ഞിനെ കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് വന്ന അമ്മ മുറിവുകൾ ഓരോന്നും നോക്കുന്നു. പനിനീർ പൂവിൻ്റെ മുള്ളേറ്റ് കൈവിരൽ മുറിഞ്ഞതും, ഒറ്റയ്ക്ക് തൈമാവിൽ കയറി വീണ് കാൽമുട്ട് മുറിഞ്ഞതും, മുകളിൽ നിന്ന് പടം വീണ് നെറുക മുറിഞ്ഞതും, കട്ടിലിൽ ഒറ്റയ്ക്ക് ചാടി കളിച്ചപ്പോൾ വീണ് പൂങ്കവിൾ ചുവന്നതും എല്ലാം അമ്മ നോക്കിക്കാണുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മകൻ്റെ മുഖത്ത് സ്വാഭാവികമായും അമ്മ വഴക്ക് പറയുമോ എന്ന ഭയവും ഒപ്പം സങ്കടവും ഉണ്ടാവും. പക്ഷേ കവിതയിലെ അമ്മ സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം ഈ മുറിവ് നിനക്കൊരു ഭൂഷണമാണ് അഥവാ അലങ്കാരമാണ് എന്നുകൂടി പറഞ്ഞ് ആ മുറിവിൽ തൊട്ട് തലോടി അവിടെ ചുംബിക്കുന്നു. അതോടെ കുട്ടിയുടെ സങ്കടം മാറി അവൻ പുഞ്ചിരിക്കുന്നു. ഈ കവിതയിൽ ആശാൻ മനോഹരമായ ചില ഉപമകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കുട്ടിയുടെ മുറിവിൽ ഉമ്മ വയ്ക്കുന്ന അമ്മയുടെ പ്രവൃത്തിയെ ആശാൻ വിടരുന്ന പൂവിൽ വന്നിരിക്കുന്ന വണ്ടിനോടാണ് ഉപമിക്കുന്നത്. അതുപോലെ തന്നെയാണ് കുട്ടിയുടെ ഭാവവ്യത്യാസത്തെക്കുറിച്ച് പറയുന്നതും. കാർമേഘം വന്ന് മൂടിയ ചന്ദ്രൻ തെളിയുന്ന പോലെയാണ് കുട്ടിയുടെ മുഖത്തുള്ള സങ്കടം മാറി സന്തോഷമായത്. അതുകൊണ്ട് തന്നെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ എന്ന വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. വേദനിക്കുന്ന കുട്ടികൾക്ക് അമ്മയുടെ ലാളനയും സ്നേഹവും എത്രത്തോളം ആശ്വാസം നൽകുന്നു എന്ന് ആശാൻ ഈ ചെറിയ കവിതയിലൂടെ കാണിച്ചു തരുന്നു. ആശാൻ്റെ തന്നെ കുട്ടിയും തള്ളയും എന്ന കവിതയിലും സുഗതകുമാരിയുടെ കണ്ണൻ്റെ അമ്മ എന്ന കവിതയിലും സമാനമായ അമ്മയുടെയും മകൻ്റെയും സ്നേഹം കാണാൻ സാധിക്കുന്നതാണ്. അമ്മയുടെ സ്നേഹവും ലാളനയും ഏതു വേദനയിൽ നമുക്ക് ആശ്വാസം നൽകുന്നു എന്ന് ഈ കവിതയിലൂടെ വ്യക്തമാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധവും അത് നൽകുന്ന സന്തോഷവും വായനക്കാർക്കും ഏറെ കുളിർമയും ആനന്ദവും പകരുന്നു. അടുത്തത് നോക്കൂ. ഉപ്പ എൻ്റെ ഉപ്പ എനിക്ക് ഉജ്ജ്വല നക്ഷത്രം, ഉപ്പ എൻ്റെ ഉപ്പ എനിക്ക് അക്ഷയ പാത്രം. കുരിപ്പുഴ ശ്രീകുമാർ എഴുതിയ വരികളാണ്. എന്നുമൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നൽമതൻ പീലിയാണച്ഛൻ, കടലാസു തോണിയെ പോലെയൻ ബാല്യത്തിൽ ഒഴുകുന്നരോർമ്മയാണച്ഛൻ, ഉടലാർന്ന കാരുണ്യമച്ഛൻ, കൈവന്ന ഭാഗ്യമാണച്ഛൻ. എഴുതിയത് കൈതപ്രം. പേടിപ്പിച്ചോടിക്കാൻ നോക്കി പൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ, കാറ്റിൻ ചുഴലിയായി ചെന്നു പൂതം, കുറ്റിക്കണക്കങ്ങു നിന്നാളമ്മ, കാട്ടുതീയായിട്ടും ചെന്നു പൂതം, കണ്ണീരാലൊക്കെ കെടുത്താളമ്മ, നരിയായും പുലിയായും ചെന്നു പൂതം, തരികെൻ്റെ കുഞ്ഞിനെ എന്നാളമ്മ. ഇടശ്ശേരിയുടെ വരികളാണ്. സ്നേഹവും സൗഹൃദവും കരുതലും ഇങ്ങനെ എത്ര കവിതകളിലുണ്ട്. അത്തരം കവിതകൾ കണ്ടെത്തി എഴുതി സൂക്ഷിക്കൂ. കൂട്ടായും തനിച്ചും ചൊല്ലി നോക്കുകയും വേണം. അപ്പോൾ സ്നേഹത്തെയും സൗഹൃദത്തെയും ഒക്കെ കുറിച്ചിട്ടുള്ള കുറച്ച് കവിതകൾ നിങ്ങൾ ശേഖരിക്കുക. ഇവിടെ സ്നേഹത്തെക്കുറിച്ച് കിളിമാനൂർ എഴുതിയിട്ടുള്ള ഒരു പ്രശസ്തമായ കവിതയും സൗഹൃദത്തെക്കുറിച്ച് മറ്റ് 2 കവിതകളും ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് എഴുതിയെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ മറ്റ് കവിതകൾ ശേഖരിക്കാം. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് പരിക്കേറ്റ കുട്ടി എന്നുള്ള പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. 5ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്